വിജയുടെ കരൂരിലെ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അപകടത്തിൽ 20 പേരാണ് കുഴഞ്ഞു വീണത്. 5 പേരുടെ നില ഗുരുതരമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, വിജയുടെ എല്ലാ റാലികളിലും വിജയെ കാണാനായി എത്തുന്ന ആളുകളുടെ എണ്ണം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇത് എന്താണ് സംഭവിച്ചത്? നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം ആളുകൾ വന്നെത്തുകയായിരുന്നു. ഈ മരിച്ച 2 പേർ ആരൊക്കെയാണ്? 5 പേരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ കുഴഞ്ഞു വീണ 20 പേർ ഏതൊക്കെ ആശുപത്രികളിലാണുള്ളത്? എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് വൈകിട്ട് കരൂരിൽ, അതായത് ഇന്ന് നാമക്കൽ കരൂർ മേഖലയിലായിരുന്നു വിജയുടെ സംസ്ഥാന പര്യടനം നിശ്ചയിച്ചിരുന്നത്. ഇന്ന് കരൂരിലെ സമ്മേളനത്തിനിടെ, അല്ലെങ്കിൽ ഈ പര്യടനത്തിനിടെയാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ, ഈ പരിപാടിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വലിയ ജനക്കൂട്ടം വിജയെ കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി എത്തിയിരുന്നു. ഇതിനിടയിലാണ് ഈ വാഹനത്തിന് സമീപത്തേക്ക് കുറച്ചാളുകൾ ഇടിച്ചു കയറാൻ, കാരവാനിന് സമീപത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 60 വയസ്സുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മരിച്ചവരിൽ ഒരാൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ കൂടി മരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, 20ഓളം ആളുകൾ, അതായത് ഇതൊരു പ്രാഥമിക കണക്ക് മാത്രമാണ്, ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ ഇടയുണ്ട് എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാകുന്നത്. ഏതായാലും 20ഓളം ആളുകൾ കരൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ അടിയന്തരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ തന്നെ നേരിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുകൂടാതെ മന്ത്രിമാരായിട്ടുള്ള മാ സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ അൻബിൽ മഹേഷ് എന്നിവരോട് ഉടൻ തന്നെ കരൂരിലേക്ക് എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻമന്ത്രി സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ അവിടെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മതിയായിട്ടുള്ള ആംബുലൻസ് സൗകര്യം ഒക്കെ അവിടേക്ക് എത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രസംഗം നടക്കുന്നതിനിടെയാണ് ഈ തിക്കും തിരക്കും ഉണ്ടായത്. ഉടൻ തന്നെ വിജയ് തന്നെ ഈ പ്രസംഗത്തിനിടയിൽ ആ പരിക്കേറ്റ ആളുകളിൽ കുഴഞ്ഞു വീണ ആളുകളെ എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ, എത്രയും പെട്ടെന്ന് ആംബുലൻസ് എത്തിക്കാനൊക്കെ വിളിച്ചു പറയുന്നത് ആ പരിപാടിക്കിടയിൽ നമുക്ക് കേൾക്കാനായി ആകുമായിരുന്നു. ഏതായാലും വലിയ തിക്കും തിരക്കും ഉണ്ടായ ഒരു, അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചത് ഈ വലിയ ആൾക്കൂട്ടം തന്നെയാണ്. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുൻപ്, അതായത് വിജയുടെ സമ്മേളനങ്ങൾ വിട്ട് ഇത്തരത്തിൽ സംസ്ഥാന പര്യടനങ്ങൾ തുടങ്ങിയത് മുതൽ, അതായത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് വിജയുടെ സംസ്ഥാന പര്യടനങ്ങൾ നടക്കുന്നത്. ഈ സംസ്ഥാന പര്യടനങ്ങൾ തുടങ്ങിയത് മുതൽ തിരുച്ചിറപ്പള്ളിയിലാവട്ടെ, മറ്റ് ഇടങ്ങളിലാവട്ടെ, ഇപ്പോൾ കരൂരോ നാമക്കലോ ആവട്ടെ, എല്ലായിടത്തും ഇത്തരത്തിൽ വഴിയിൽ അല്ലെങ്കിൽ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആളുകളെ, പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ എത്തിയ ആളുകളെ കാണുന്ന, അഭിസംബോധന ചെയ്യുന്ന രീതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം ചെറിയ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അതിനാൽ തന്നെ ഇത് അപകടത്തിനിടയുണ്ടെന്ന് നേരത്തെ തന്നെ പല ആളുകൾ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ ആളുകൾ കഴിയുന്നു. കുട്ടികളുണ്ട്, ഈ പരിക്കേറ്റവരിലുണ്ട്. കുഴഞ്ഞു വീണ സ്ത്രീകൾ ഉൾപ്പെടെ തുടക്കത്തിൽ അവരെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായത്. വിഷയത്തിൽ വിജയുടെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ തീർത്തും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉണ്ടായത്. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.